ഇതൊക്കെ പറഞ്ഞ് സമയം കളയാതെ ആ മുനമ്പത്തുള്ള അവിടെ താമസിക്കുന്ന ആളുകളുടെ പ്രശ്നം പരിഹരിച്ചു കൊടുക്കാൻ ഈ ഗവൺമെൻറ് ഒന്ന് മുൻകൈ എടുത്തൂടെ? ഭൂമി കൊടുക്കുക, അതിൻ്റെ പ്രശ്നം പരിഹരിക്കുക എന്ന് പറഞ്ഞാലും അതൊന്ന് വാങ്ങിക്കൊടുക്കാനുള്ള ഉത്തരവാദിത്തം ഈ ഗവൺമെൻറ്റിനില്ലേ? അതിങ്ങനെ അനാവശ്യമായി നീട്ടിക്കൊണ്ടുപോയി ചർച്ചയാക്കി ബന്ധപ്പെട്ട കക്ഷികളൊക്കെ മുസ്ലിം സംഘടനകൾ, ഫാറൂഖ് കോളേജ് കമ്മിറ്റി ഒക്കെ പറയുന്നു പ്രശ്നം പരിഹരിക്കാൻ. അതൊന്ന് വാങ്ങിക്കൊടുക്കാൻ അതിനൊരു ചെറിയ ഉത്തരവാദിത്വം ഗവൺമെൻറ്റിന് എടുത്തൂടെ? അത് എടുക്കാതെ പ്രശ്നം വെറുതെ നീട്ടിക്കൊണ്ടുപോവുക. വേറെ കേന്ദ്ര ഗവൺമെൻറ് ആണെങ്കിൽ പിന്നെ രാഷ്ട്രീയം ഇതിനകത്ത് കടത്തി അതിൻ്റെ രാഷ്ട്രീയ മുരമ്പത്തെ പ്രശ്നം പരിഹരിക്കലല്ല, ഇതിൻ്റെ രാഷ്ട്രീയ മുതലെടുപ്പ് എങ്ങനെ നടത്താം എന്നാണ് കേന്ദ്ര സംസ്ഥാന ഗവൺമെൻറ്റുകൾ നോക്കുന്നത്. ആ പ്രശ്നം പരിഹരിക്കണമെന്ന് പറയുന്നത് ഇപ്പോൾ പിന്നെ ഇതിൻ്റെ മുസ്ലിം സംഘടനകളും അതുപോലെ തന്നെ ഫാറൂഖ് കോളേജ് കമ്മിറ്റിയും ഒക്കെയാണ്. പ്രശ്നം പരിഹരിക്കാൻ പറഞ്ഞ അവർ, മറ്റവർക്ക് രാഷ്ട്രീയം, അത്രേ ഉള്ളൂ. സങ്കീർണമാക്കിയതും ആക്കിക്കൊണ്ടിരിക്കുന്നതും ഒക്കെ തുടങ്ങി വെച്ചതും അവർ തന്നെയാണ്. ഏത് അല്ല, അത് ശരിയല്ല. ഈ പ്രശ്നം അത്രയും പിന്നെ ഇടത് ഗവൺമെൻറ്റിൻ്റെ കാലത്ത് ഉണ്ടായതാണ്. ഇപ്പോഴും അവരെ ബോർഡ് തന്നെയാണ് പരിഹരിക്കേണ്ടതും അവരാണ്. പരിഹരിക്കാൻ എല്ലാ സഹകരണം കൊടുക്കാം എന്ന് പറഞ്ഞാൽ അത് സ്വീകരിച്ച് പരിഹരിക്കാവുന്നതേ ഉള്ളൂ. പക്ഷേ അവരൊന്ന് വാങ്ങിക്കൊടുക്കാൻ, പാവപ്പെട്ട പിന്നെ മുനമ്പത്തെ മത്സ്യത്തൊഴിലാളികൾക്ക് അവരുടെ ഭൂമിയും അതിൻ്റെ ഡോക്യുമെൻറ്റും ഒക്കെ ഒന്ന് കൊടുക്കാൻ തയ്യാറാണെന്ന് കക്ഷികളൊക്കെ പറഞ്ഞാലും ശരി, അതൊന്ന് വാങ്ങിക്കൊടുക്കാൻ അതിനുള്ള ചെറിയൊരു ഉത്തരവാദിത്തം അവരെടുക്കാതെ അതുകൊണ്ട് ഇങ്ങനെ രാഷ്ട്രീയം കളിക്കുകയാണ്. കേന്ദ്രമായാലും കേരളയിലും ഒക്കെ അത് തന്നെ ചെയ്യും. മനഃപൂർവ്വം ഡിലേ ആക്കി ഇതിന്ന് രാഷ്ട്രീയ മുതലെടുപ്പ് എത്ര നടത്താവോ അത്രയും നടത്തുകയാണ്. എന്നിട്ട് ചില പ്രത്യേക ജനവിഭാഗങ്ങളെ ചില പ്രതിസ്ഥാനത്ത് നിർത്തി കളിക്കുകയാണ്. BJP ചെയ്യുന്നത് നമുക്ക് മനസ്സിലാക്കാം. പക്ഷെ കേരള ഗവൺമെൻറ്റിന് ഈ പ്രശ്നം ഒന്ന് തീർത്തൂടെ? അതാണ് ഞങ്ങളെ ചോദ്യം. ഓക്കെ, അല്ല അതിപ്പോൾ കേന്ദ്രമന്ത്രിക്ക് അങ്ങനെ പറയാം. അതിന് പാർലമെന്ററി കമ്മിറ്റി പാർലമെന്റും ഒക്കെ ഇല്ലേ? അങ്ങനെ അത്ര ഉറപ്പിച്ചാണ് പറയാനുള്ള കരുത്തൊന്നും ഇപ്പോൾ കേന്ദ്ര ഗവൺമെന്റിനില്ല. അത്ര വലിയ സ്ട്രോങ് ആയി പറയാനൊന്നും തടയാൻ പറ്റില്ല. അവർ ഇലക്ഷന് വേണ്ടി പറയുന്നതാണ്. ഇപ്പോൾ മഹാരാഷ്ട്രയിലൊക്കെ തെരഞ്ഞെടുപ്പുണ്ടല്ലോ, അതിനു വേണ്ടി പറയുന്നതാണ്. അത് നമ്മളത്ര കാര്യമാക്കണ്ട. അത് അതിനു വേണ്ടി പറയും. നാളെയല്ല, മഹാരാഷ്ട്രയിൽ 20-ാം തീയതി ഒക്കെയാണ്. നാളെ ഇവിടുത്തെ തെരഞ്ഞെടുപ്പാണോ? അത് UDF ജയിക്കും, കുഴപ്പമൊന്നുമില്ല.